നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. തൃക്കേട്ട നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ പൊതുവെ അധ്വാനശീലം കർമ്മനിരതരായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കുറച്ച് സാമർഥ്യം കൂടുന്ന അവസ്ഥ കാണുന്നുണ്ട്. നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമായിട്ട് പറയാം. കൊല്ല അന്ത്യത്തിൽ സ്വല്പം തടസ്സങ്ങളൊക്കെ നേരിടാമെങ്കിലും പുതിയ വീട് നിർമ്മാണത്തിനൊക്കെ ഉദ്ദേശിക്കുന്നത് നല്ല സമയമായിട്ട് പറയാം. സ്ത്രീകൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുരുഷന്മാർക്ക് വിവാഹ നിശ്ചയം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല സമയമായിട്ട് പറയാം. പ്രിയപ്പെട്ടവരുടെ തിരോധാനമോ അല്ല അവരുടെ പിണക്കവുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം. വീട്ടിൽ എന്തെങ്കിലും മംഗളകാര്യം നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഭാര്യയുടെ സമ്പത്ത് അനുഭവയോഗ്യമാകുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. നല്ല പ്രമോഷൻ, നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന്റെ വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളും നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ചെറിയ കോട്ടങ്ങളും കാണുന്നുണ്ട്. ഭൂമിയോ വീടോ വാങ്ങാനിരിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർക്ക് വന്നിരുന്നതായിരിക്കും. വാഹനങ്ങൾ ക്രയവിക്രയമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങൾ വർഷാന്ത്യത്തിൽ ഉണ്ടായിരുന്നു വരാം. വർക്ക്ഷോപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. കൃഷി വകയിലും വാടക ഇനത്തിലും ഒക്കെയുള്ള വരുമാനം വർദ്ധിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. വാഹനാപകടം വരാതെ വളരെ ശ്രദ്ധ കൊടുക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് വിജ്ഞാനങ്ങൾ കുറച്ച് താല്പര്യം കൂടുതൽ കാണിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് പ്രായേണ സഹോദരന്മാരുമായിട്ട് ചെറിയൊരു മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ മാറ്റി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്.